നമസ്കാരം. പ്രദർശനം ഡോക്യുമെൻ്ററിയുടെ ഭാഗമായുള്ള പ്രദർശനം അറ്റ് 5:30 എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ പരേതാത്മാക്കൾക്ക് മോക്ഷം കൊടുക്കുന്നതിനെ പറ്റിയായിരുന്നു. മണ്ഡലത്തിൽ വെച്ച് തന്ത്രിമാരും തിരുമേനിമാരും പൂജാവിധികൾ കഴിഞ്ഞ് മണ്ഡലത്തിൽ വെച്ച് കെട്ടുകയല്ല, അത് കെട്ടിയിട്ട് നമ്മളെ ആത്മാക്കൾ അതിൽ വെച്ച് കെട്ടി മൂടി അടയ്ക്കുകയല്ല. അവർക്ക് ആ സ്ഥലത്ത് വെച്ച് തന്നെ പൂജാവിധികളെല്ലാം ചെയ്ത് തന്നെ നിവേദ്യ സമർപ്പണങ്ങളൊക്കെ ചെയ്ത് തന്നെ നമ്മൾ ആ സദസ്സിൽ അവർക്ക് മോക്ഷം കൊടുക്കുകയാണ്. മഹാവിഷ്ണു പാദങ്കൽ മോക്ഷം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ വിഷയത്തെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വിഷയം നമ്മൾ ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ വാഹനമായ നന്ദികേശനെ കുറിച്ചാണ്. എന്താണ് നന്ദികേശൻ്റെ പ്രത്യേകത? നമ്മളെല്ലാവരും ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് മഹാക്ഷേത്രങ്ങളിലുപരി നമ്മളെ ശിവൻ്റെ ഭൂതഗണങ്ങളായ ക്ഷേത്രങ്ങളിലൊന്നും നന്ദികേശനെ നിങ്ങൾ കണ്ടെന്ന് വരില്ല. പക്ഷേ മഹാദേവ പ്രതിഷ്ഠയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നന്ദികേശൻ ഭഗവാൻ അഭിമുഖമായിട്ട് വെച്ചിരിക്കുന്നത് കാണാം. പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നതായി കാണാം. ചില സ്ഥലങ്ങളിൽ നന്ദികേശനുമായി ചുറ്റും ഒരു ഗ്രില്ലൊക്കെ വെച്ചിട്ട് നന്ദികേശനെ തൊടാതിരിക്കാൻ വേണ്ടി ഗ്രിൽസൊക്കെ വെച്ചിരുന്ന കാണാം. തൊടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. നന്ദികേശൻ്റെ പ്രതിഷ്ഠയെ തൊടാൻ പാടില്ല അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ചില സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ ഒരു എഴുതിയൊന്നും വെച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഭഗവാന്റെ ഇഷ്ടവാഹനവും ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ആര്? നന്ദികേശൻ അഥവാ നന്ദി. പക്ഷേ നമുക്ക് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ആര്? ഗണപതി ഭഗവാൻ. ഗണപതി ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ് ഭഗവാൻ. ശ്രീപരമേശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ആര്? ഗണപതി ഭഗവാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഗണപതി ഭഗവാന്റെ കാര്യങ്ങളിലൊക്കെ ഭഗവാനോട് ശ്രദ്ധ ചെലുത്തി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വിവാഹ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഗണപതി ഭഗവാനെ പറ്റിയിട്ടുള്ള അനുവദിച്ച കുറേ കഥകളുണ്ട്. അതിലേക്ക് കിടക്കുന്നില്ല, ഇത് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് പറയാം. ഇതിൽ നന്ദികേശനെ ഭഗവാന്റെ മഹാദേവ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഭഗവാന്റെ അഭിമുഖമായിട്ട് നന്ദികേശനെ പ്രതിഷ്ഠിച്ചതായി കാണാം. അപ്പം ഭഗവാൻ നമ്മൾ പ്രാർത്ഥിച്ചതിലുപരി ഭഗവാൻ ഏറ്റവും കൂടുതലായിട്ട് പ്രാതിനിധ്യം കൊടുക്കും നിങ്ങൾ ഈ നന്ദികേശനോട് പറഞ്ഞാൽ. അതായത് ഭഗവാന്റെ വാഹനമായ ഭഗവാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളായ നന്ദികേശനോട് പറഞ്ഞു കഴിഞ്ഞാൽ, നന്ദിയുടെ ചുവട്ടിൽ ഭഗവാനോട് പറഞ്ഞിട്ടും നിങ്ങൾക്ക് തൃപ്തിയാകുന്നില്ല, നന്ദികേശൻ്റെ ചെവിയിൽ വന്നിട്ട് ഭഗവാനെ എൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, ആ നന്ദികേശൻ ഭഗവാനോട് പറയുന്ന ഇന്ന ആൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു കാര്യങ്ങൾ, അപ്പോൾ അതൊന്ന് ഭഗവാൻ പരിഗണിക്കണം എന്ന് നന്ദികേശൻ പറയുന്ന അത് ഭഗവാൻ കേൾക്കുമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് പല ക്ഷേത്രങ്ങളിലൊക്കെ, അപ്പോൾ രാമേശ്വരം ക്ഷേത്രങ്ങളിലൊക്കെ പോയി നമുക്ക് കാണാം ഈ പ്രദക്ഷിണവും അവിടുത്തെ തീർത്ഥക്കിണറിലെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്ദികേശൻ്റെ ചെവിയിൽ വന്ന് ചില ആളുകൾ സ്വകാര്യമായിട്ട് പറയുന്നത് കാണാം. തൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും. അത് പ്രായഭേദമന്യേ, കോളേജ് കുട്ടികളാവാം, സ്കൂൾ കുട്ടികളാവാം, അമ്മമാരാകാം, അച്ഛന്മാരാകാം, പ്രായമുള്ളവരാകാം, പല ആഗ്രഹങ്ങളും സാധിക്കേണ്ടവരാകാം ഒക്കെ തന്നെ തങ്ങളെ ആഗ്രഹങ്ങൾ നന്ദികേശനോട് പറഞ്ഞ് നന്ദി എന്ത് പറയും? ഭഗവാന്റെ അടുത്ത് സ്വകാര്യമായിട്ടാവും. ഭഗവാന്റെ അടുത്ത് നന്ദി ഭഗവാൻ പോയിട്ട് പെട്ടെന്ന് ചാടി പറയൊന്നുമില്ല. ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ ആ സമയം സന്ദർഭമൊക്കെ നോക്കിയിരുന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറയുക. അതൊരു പ്രശ്നവിധിയാലൊക്കെ നോക്കിയ സമയത്ത് അത് അങ്ങനെ ഒരു പ്രവർത്തനമുണ്ട്, അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് തന്നെ തെളിഞ്ഞതാണ്. നന്ദികേശൻ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്. നന്ദികേശൻ പറഞ്ഞാൽ കേൾക്കും. പല ആൾക്കാർക്കും നന്ദികേശൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ സാധിച്ചതായിട്ട് ഒരുപാട് ആളുകളുണ്ട്, എനിക്കറിയുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ നമ്മൾ അത്രയും വിശ്വാസത്തിലൂടെ എടുത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഗുണവും കിട്ടും. ആത്മാർത്ഥമായി ചെയ്യുന്നവർക്ക് ശ്രീപരമേശ്വരൻ്റെ അടുത്ത് ഗുണം കിട്ടും. ശ്രീപരമേശ്വരൻ ക്ഷിപ്രകോപിയാണ്, കാലനാണ്. ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. മറ്റുള്ള ദേവതകളെ കുറച്ച് സമയം എടുക്കെങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾ ക്ഷിപ്രകോപിയാണ്, ക്ഷിപ്രപ്രസാദിയാണ്. ഭഗവാൻ പെട്ടെന്ന് തീരുമാനങ്ങളെടുക്കും, പെട്ടെന്ന് നടപ്പിലാക്കുകയും ചെയ്യും. കാലതാമസമൊന്നുമില്ല. ആരും നോക്കി നിൽക്കുന്ന പരിപാടിയൊന്നും മൂപ്പർക്കില്ല. അപ്പോൾ അതിൽ തൻ്റെ ഭക്തൻ്റെ എന്നോടുള്ള കാര്യങ്ങൾ ആത്മാർത്ഥമായി പറഞ്ഞതാണോ എന്ന് നന്ദികേശനോട് ചോദിക്കും. നന്ദി ഭഗവാനോട് ചോദിക്കും, അതെ, എൻ്റെ അടുത്ത് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്, അത് സാധിപ്പിച്ച് കൊടുക്കേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓക്കെ, ഭഗവാൻ അതിൻ്റെ പണികൾ എടുക്കും. അത് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ള പല ആളുകളും
എനിക്കറിയാം, എൻ്റെ സുഹൃത്തുക്കളും അല്ലാതെ ഞാൻ പല ബുക്കുകളിലും പല പിന്നെ പ്രശ്നത്തിലൊക്കെ പങ്കെടുത്ത തന്ത്രിമാരൊക്കെ എന്നോട് പലതും പറഞ്ഞിട്ട്, ക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ ഡോക്യുമെൻ്ററി ഭാഗമായിട്ട് പോകുന്ന സമയത്ത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹരിലാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വലിയൊരു അനുഭവം തന്നെയാണ് ഇതൊക്കെ, ഒരു ശാസ്ത്ര തത്വങ്ങൾ തന്നെയാണ്. വിശ്വസിക്കുന്നവർക്ക് എപ്പോഴും അതൊരു മുതൽക്കൂട്ടുമാണ്, ഒരു പ്രേരകമായിട്ടുള്ളൊരു കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വിഷയം അതുതന്നെയാണെങ്കിലും നമ്മളെല്ലാവരും അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഈ നന്ദികേശൻ, നന്ദി ഭഗവാനെ അവിടെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദി ഭഗവാനെ എല്ലാവരും കാണാം, നന്ദി ഭഗവാന്റെ തലയിൽ പോയിട്ട് കിടന്നിട്ട് ചെവിയിൽ പോയിട്ട് ഉറക്കെ പറയാൻ കുറേ പറയാനുണ്ടാവും. 1 2 കാര്യമേ കേൾക്കുള്ളൂ. നന്ദിയുടെ ചുവട്ടിൽ വന്നിട്ട് 1 2 കാര്യം പറയാവൂ നിങ്ങളെ ആഗ്രഹങ്ങളെ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ വായിലുള്ള ഉമിനീര് മുഴുവനും ഭഗവാന്റെ ചുവടത്തും ഇവിടെയൊക്കെ ആക്കിയിട്ട് ചെയ്യാൻ പാടില്ല. അത് വളരെ അബദ്ധമാണത്. നന്ദി ഭഗവാനെ തൊടാൻ പാടില്ല. അതൊരു പ്രതിഷ്ഠയാണ്. പ്രതിഷ്ഠ അവിടെ ആ പ്രതിഷ്ഠയ്ക്ക് ചൈതന്യം കൊടുത്തതാണ്. ആ ചൈതന്യം കൊടുത്ത സമയത്ത് ഭഗവാന്റെ കൂടെ ഉണ്ടാകുന്ന ആളാണ് നന്ദി ഭഗവാൻ. നന്ദി ഭഗവാനെ പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ചെവിടത്തൊക്കെ പിടിച്ച് നിങ്ങളെ വായിലുള്ള ഉമിനീരും മറ്റതൊക്കെ ആ ചെവിയിലേക്ക് ആക്കുന്ന സമയത്ത് ആ പ്രതിഷ്ഠയ്ക്ക്, ആ ചൈതന്യത്തിന് മങ്ങലേൽപ്പിക്കും. അങ്ങനെ മങ്ങലേൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആണ് അതിൻ്റെ ബുദ്ധിമുട്ട് വരിക. കാരണം ഭഗവാൻ അത് സഹിക്കില്ല. കാരണം നന്ദികേശൻ്റെ ചൈതന്യത്തിന് ഒരു മുറിവേൽക്കുന്ന സമയത്ത് ഭഗവാൻ അത് നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ വിപരീതമാണ് നിങ്ങൾക്ക് വരിക. ഒരിക്കലും നന്ദികേശനെ തൊടാൻ പാടില്ല. ചിലർ കാണാം നന്ദികേശൻ്റെ തലയിൽ പൈസയൊക്കെ വെക്കുന്നത്. ചിലവർ കാണാം നന്ദികേശൻ്റെ വീഴാൻ പോകുന്നിടത്ത് നിന്ന് നന്ദികേശനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാം ചിലവർ. ഇതൊന്നും ചെയ്യരുത്. ഈ ആലുവ മണപ്പുറത്ത് അവിടെ പോയ സമയത്ത് ഒരാൾ പോയിട്ട് നന്ദികേശൻ്റെ പുറത്ത് ബാഗ് എടുത്ത് വെച്ചിരിക്കുക. കയ്യിലുള്ള ബാഗ് അവിടെ നടയൊക്കെ അടച്ചിരിക്കുന്നത്, പക്ഷെ അവിടെ തുറന്നിട്ടില്ല. അപ്പോൾ അവിടെ ഭണ്ണാരത്തിലൊക്കെ പൈസ ചാർത്തലൊക്കെ പുറത്ത് തന്നെയാണ്. അവിടെ ഉത്സവം നടക്കുന്നൊരു മാസമൊക്കെ ഉണ്ടാവും. ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാൻ പാടില്ല, നന്ദികേശനെ തൊടുകയോ അതിൻ്റെ മുകളിലൊന്നും എടുത്ത് വെക്കുകയോ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ അവിടെ വെച്ചോളൂ, പക്ഷെ അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അയാൾ പ്രത്യേകം അനുസരിച്ചിട്ടോ, അയാൾ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇത്തരം പ്രവണത പല ക്ഷേത്രങ്ങളിലും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങളിൽ ഒരു ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നന്ദി ഭഗവാനെ സുരക്ഷയായി വെച്ചിട്ട് കാണാം. ഒരു ഗ്രില്ലിന് വാതിലൊക്കെ വെച്ചെന്ന് കാണാം. ചിലപ്പോൾ പോയിട്ട് നമ്മളിങ്ങനെ പിടിച്ച് ചെയ്യുന്ന സമയത്ത് ആ ചൈതന്യത്തിൽ നിങ്ങൾ വായിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് അശുദ്ധിയായി. ആ പ്രതിഷ്ഠയ്ക്ക് അത് മങ്ങലേൽപ്പിച്ച്, ചൈതന്യത്തിന് മങ്ങലേൽപ്പിക്കുന്നത്. അതവിടെ ആ ചൈതന്യത്തിൻ്റെ നന്ദിക്ക് മാത്രമല്ല ബുദ്ധിമുട്ട് വരുന്നത്, ആ ശ്രീകോവിലിൽ ഇത് കണ്ടിരിക്കുന്ന ക്ഷിപ്രകോപിയായിരിക്കുന്ന ശ്രീപരമേശ്വരനെ എന്നാണത് അതിൻ്റെ അവിടെയും ഒരു മങ്ങലേൽപ്പിക്കും. അപ്പം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാതെയും ആണ് നമ്മളത് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനത്തെ പ്രവണതകളൊക്കെ ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ നന്ദി ഭഗവാന്റെ ചുവട്ട് പോയി പറയുക. നിങ്ങൾ ഒരു കാര്യം പറയാവൂ, ഒറ്റ കാര്യം, നിങ്ങൾക്ക് ഏറ്റവും ഒന്നാമതായി സാധിക്കേണ്ട ഒരു കാര്യം പറയാവൂ. അതല്ലാണ്ട് 1 2 കാര്യം, അതിൽ കൂടുതൽ നിങ്ങൾ പറയരുത്. അത് നന്ദി ഭഗവാൻ ഏറ്റെടുക്കില്ല. അത് ചില ആളുകൾ ഒരുപാട് കാര്യങ്ങൾ നന്ദി ഭഗവാന്റെ ചുവട്ട് പോയിട്ട് പറയുന്നതൊക്കെ, അതൊന്നും ഭഗവാൻ ഏറ്റെടുക്കില്ല. ഭഗവാൻ 1 2 കാര്യങ്ങൾ അത്ര മതി. അതിൽ കൂടുതൽ നിങ്ങളെ വായിലുള്ള ഉമിനീരും ഇതൊക്കെ അവിടെ തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത് അശുദ്ധിയായി, ഭഗവാൻ അത് കേട്ടൊന്നും വരില്ല. ഇപ്പം നിങ്ങളെ ചുവട്ടിൽ ഒരാൾ വന്നിട്ട് വായിലുള്ള ഉമിനീരൊക്കെ തെറിപ്പിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുമോ അതുപോലെ തന്നെയാണ്. അതിനെക്കാട്ടും ഉപരിയായിട്ടാണ്, ഇത്രയും വ്രതശുദ്ധിയും പവിത്രമായിട്ട് നിൽക്കാനാണ് നന്ദി ഭഗവാന്റെയൊക്കെ പ്രതിഷ്ഠയും. ശ്രീപരമേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിൻ്റെ കാര്യത്തിൽ അത്രയാണ്. നിങ്ങൾ ശ്രീപരമേശ്വരൻ്റെ അടുത്ത് തൊഴാൻ പോകുന്നുണ്ടെങ്കിൽ ശുദ്ധമായ വസ്ത്രങ്ങൾ, ഏറ്റവും കൂടുതൽ വെള്ളയാണ് പോകാൻ ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. ശുദ്ധമായ വസ്ത്രങ്ങൾ, ദേഹശുദ്ധിയും മനഃശുദ്ധിയും ഒക്കെ വരുത്തിയിട്ടേ പോകാൻ പാടുള്ളൂ. ഈവൻ തലേന്നൊരു മീൻ കഴിച്ചാൽ പിറ്റേന്ന് രാവിലെ എണീറ്റും ശ്രീപരമേശ്വരനെ തൊഴാൻ പാടില്ല. ശ്രീപരമേശ്വരൻ അതിന് ഇഷ്ടപ്പെടില്ല. മദ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഭഗവാന്റെ അടുത്ത് വർജ്യമാണ്. ഭഗവാൻ ഇഷ്ടപ്പെടില്ല.
അപ്പം നിങ്ങൾ പലരും ആൾക്കാരും ഇങ്ങനെ പോയി ഭഗവാനെ തൊഴുത് അവിടെ പോയി തൊഴുത് ഞാൻ മഹാദേവനെ തൊഴുത് പോകുന്നതായിരുന്നു, എനിക്ക് ഒരു ഗുണവും കിട്ടിയില്ല. നിങ്ങൾ ചെയ്യുന്ന റൂട്ട് ക്ലിയർ ആയി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന റൂട്ട് ക്ലിയർ ആണ്. നിങ്ങൾ തലേന്ന് നല്ല ഉദ്ദേശശുദ്ധിയോട് കൂടി പിറ്റേന്ന് രാവിലെ എനിക്ക് അമ്പലത്തിൽ പോകണം, അപ്പോൾ ഞാനൊരു മനഃശുദ്ധി പിന്നെ ഈ മത്സ്യങ്ങളൊന്നും കഴിക്കാതെ നല്ല ഒരു ചിട്ടയോട് കൂടിയിട്ട് ഒരു നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തി നിങ്ങൾ പോകുന്ന സമയത്ത് ഭഗവാൻ അത് ഏറ്റെടുക്കും. നിങ്ങൾ തയ്യാറെടുപ്പ് നടത്താതെ പോകുന്ന സമയത്താണ് ഭഗവാൻ അത് ഏറ്റെടുക്കാത്തത്, നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിക്കാത്തത്. ശ്രീപരമേശ്വരൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് സാധിക്കാത്തതൊന്നുമല്ല. നിങ്ങൾ കാണാം, മിലിറ്ററിയിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ യുദ്ധത്തിൽ വെടിവെച്ചിട്ട് ശത്രുവിനെ പരാജയപ്പെടുത്തി പോകുന്ന സമയത്ത് മഹാദേവന് ജയ് വിളിച്ച് വരുന്നത് കാണാം. ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനോട് പറഞ്ഞതാ, ഹരി നമ്മൾ പിന്നെ ഈ യുദ്ധമൊക്കെ ചെയ്ത് ശത്രു ഈ നമ്മൾ കാണാം പാക്ക് ഷെല്ലിങ്ങൊക്കെ വരുന്ന സമയത്ത് അവർ തിരിച്ചടിക്കും. ബോർഡറിലുള്ള BSF അതിലൊക്കെ അതിനൊക്കെ കമാൻഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ പോകുന്ന സമയത്ത് തന്നെ എല്ലാവരും അധിക പേരും മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരിൽ അധിക പേരും നനയ്ക്കുന്നത് ശ്രീപരമേശ്വരനെയാണ്. മഹാദേവനെ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് മനസ്സിൽ നമ്മൾ വിശ്വാസമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തന്നെ മഹാദേവനെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഹിന്ദു വിഭാഗത്തിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും മഹാദേവനെയാണ് പോലെ പ്രാർത്ഥിച്ച് പോവുക. അതിൽ പോയ വഴി ഒക്കെ ലെവലാക്കിയിട്ട് തന്നെ തിരിച്ച് വരാറുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ശക്തി, ഒരു പവർ വേറെ തന്നെയാണെന്നാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയാറ്. എന്നോട് പല ആൾക്കാരും, എനിക്ക് പല ഉദ്യോഗസ്ഥരെയൊക്കെ പറയാറുണ്ട്, സാറുമാരൊക്കെ പറയുന്ന കാര്യങ്ങളാണ് നമ്മളോട്. അപ്പം അത്രയ്ക്കും പവറാണ് ഭഗവാനെ ആത്മാർത്ഥമായി വിളിച്ചാൽ എന്നാണ് നമ്മളൊരു പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം. കാരണം ഭഗവാനോട് നമ്മൾ ആത്മാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ കേൾക്കും. അത് നന്ദി ഭഗവാനോട് പറയുന്ന സമയത്ത് നന്ദി ഭഗവാൻ എന്ത് ചെയ്യും, അത് ഭഗവാന്റെ അടുത്ത് പറയുകയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ നന്ദി ഭഗവാനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനെ കേൾക്കുകയും ചെയ്യും, നടപ്പിലാക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ വിഷയമാണ്. നന്ദികേശൻ്റെ അടുത്ത് പോയിട്ട് പ്രതിഷ്ഠയെ തൊടുകയോ പ്രതിഷ്ഠേൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ചുവട് പിടിച്ചിട്ട് വായിലേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഭഗവാനോട് പറയുമ്പോൾ വായിലുള്ള ഉമിനീര് മുഴുവൻ ഭഗവാന്റെ ചെവിയിലാവുകയോ ചെയ്യരുത്. അതൊരു അനാചാരമാണ്. ആ അനാചാരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ പ്രതിഷ്ഠയ്ക്ക് ഒരു ചൈതന്യം കൊടുക്കും. പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ആ ചൈതന്യത്തെ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അറിയാതെയായിരിക്കും, ചിലപ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിയാതെ ആയിരിക്കും. പക്ഷേ അങ്ങനെ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് അറിയാതെയാണ് നമുക്ക് പണി കിട്ടുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഇനിയെ തന്നെയെങ്കിലും ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് പ്രതിഷ്ഠയെ തൊടാൻ പാടില്ല. നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റു ചില ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ കാണാം, ഭഗവാന്റെ പുറത്തിങ്ങനെ കൈ വെക്കുകയുള്ളൂ. ഭഗവാനെ ഈ നന്ദിനെ തൊടൂല, പ്രതിഷ്ഠയ്ക്ക് തൊടൂല. ചെവിടിൻ്റെ അടുത്ത് തൊട്ട് വിട്ടിട്ട് ആൾ പറയുന്നത് കേൾക്കാം. എന്നിട്ട് തന്നെ വായ ഇങ്ങനെ പൊത്തിപ്പിടിക്കും. അതായത് വായൻ്റെ ഇവിടുന്ന് നീരങ്ങോട്ട് ഭഗവാന്റെ ചെവിയിലേക്ക് പോകരുതെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനെപ്പറ്റി അറിവ് ഉള്ള ആളുകളാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾക്ക് എന്താ അങ്ങനെ ചെയ്താലെന്നൊക്കെ വിചാരിക്കും, തൊട്ടാലെന്താ. അപ്പോൾ അതിനെപ്പറ്റി അറിയുന്നതുകൊണ്ടാണ് അതങ്ങനെ. ആ ചൈതന്യത്തെ ഇല്ലാതെയാക്കരുത്, നശിപ്പിക്കരുത്, ആ ചൈതന്യം അതിന് കുടികൊള്ളണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളത് അറിവില്ലായ്മ കൊണ്ട് നമ്മളെന്ത് ചെയ്യും, ചെവിടെ പോയി ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കാൻ വേണ്ടി പറയും. ഇനി എന്നെങ്കിലും ഈ അനാചാരം നമ്മൾ ഒഴിവാക്കണം. നമ്മളെ ഈ പരിപാടി നമ്മളെ വിശ്വാസങ്ങളെ പറ്റിയും വിശ്വാസങ്ങളിലെ അനാചാരങ്ങളെ പറ്റിയിട്ടുമാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇനി പോകുമ്പോൾ തന്നെ നന്ദികേശനെ കാണുമ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം. നമ്മൾ ഇപ്പം ഒന്നുകൂടിയും പറയുകയാണ്, നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലത്തിൻ്റെ ഡോക്യുമെൻ്ററിയുടെ മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലിപ്പം നമ്മൾക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്ക് അതിൽ കയറ്റാൻ കഴിയില്ല, സോങ്ങിൻ്റെ. കാരണം 2.5 മണിക്കൂർ ഇപ്പം തന്നെ ലെങ്ത് ഉണ്ട്. ഇനിയും അത് കൂടാതെ 2.5 മുകളിൽ പോകാനാണ് സാധ്യത. കാരണം അത്രയും ചരിത്ര സത്യങ്ങൾ അതിൽ പറയാനുണ്ട്. നമ്മളെന്തായാലും അടുത്ത ആഴ്ച നമ്മളത് റിലീസ് ചെയ്യാനും എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇപ്പം പരസ്യം സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എൻ്റെ നമ്പറിലോ ഇൻബോക്സിലോ ഉണ്ടാവും. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ളൊരു പരസ്യം നമുക്ക് അതിൽ ചെയ്യാവുന്നതാണ്. വീഡിയോ പരസ്യങ്ങൾക്ക് ലിമിറ്റ് ഉണ്ട്. നമ്മൾ ബാനർ ടൈപ്പ് പരസ്യം, അതിൻ്റെ വഴിയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ ഓഡിയോ കൊടുത്തിട്ടാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ബാനർ കാണിക്കും. അതിൻ്റെ അടിയിൽ നിങ്ങളെ ഓഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാം. 10-12 പരസ്യം മാത്രമേ നമ്മൾ ഇതിൽ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.